ആരും ഇത് പെരുമാതുറ തന്നെ അർജിത് എവിടെ ക്ലാസ് എൻ്റെ ക്ലാസ് എൻ്റെ കൂളിംഗ് ക്ലാസ് എമറു എവിടെയാണ് വർക്കലെത്തി വെള്ളത്തിൽ പോകുന്നു. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റാനമി. അപ്പം ഞാൻ ഇന്ന് പോകുന്നത് വർക്കലയിലാണ്. ട്രിവാൻഡ്രത്താണ് വർക്കല ഉള്ളത്, അറിയാലോ അല്ലേ, അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി പറയണം. അപ്പം ട്രിവാൻഡ്രത്ത് ജനിച്ച് വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ എങ്കിൽ പോലും ഞാൻ വർക്കല കണ്ടിട്ടില്ല, ഞാൻ വർക്കല പോയിട്ടില്ല, മിക്ക സ്ഥലങ്ങളും പോയിട്ടില്ല. അതാണ് അവസ്ഥ, ഒരു പരിതാപകരമായ ഒരു അവസ്ഥയാണ്. അപ്പം പോയത് പെരുമാതുറ വഴിയാണ് പോയത്. ആരും ഇത് പെരുമാതുറ തന്നെ ക്ലാസ് എൻ്റെ ക്ലാസ് എൻ്റെ കൂളിംഗ് ക്ലാസ്. അപ്പോൾ ഇത് പെരുമാതുറ ആണോ എന്ന് പോലും മനസ്സിലാവാത്തൊരവസ്ഥ. കാരണം ഞാൻ ഇവിടെ വന്നിട്ടില്ല. പിന്നെ ഇവിടെ മണൽ എന്തോ എടുത്ത് മണ്ണ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തിനാണെന്നുള്ള എൻ്റെ ഹസ്ബൻഡ് ചോദിക്കുന്നുണ്ട്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഡൗട്ട് തീർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെയാണ്, എവിടെയെങ്കിലും ടൂർ പോകുമ്പോൾ ആ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഇതുപോലെ വ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഇറങ്ങി ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കാറുണ്ടല്ലേ. അങ്ങനെ ഞങ്ങൾ വന്നതാണ്, പാലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ എംറൂന് വെള്ളം ദഹിച്ചിട്ട് വെള്ളം കൊടുക്കുകയാണെങ്കിൽ പോലും ഞാൻ വീഡിയോയിലാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വർക്കല എത്തിയിട്ടുണ്ട്. യു ആൻഡ് മീ, ഇതാണ് നമ്മൾ ഹോം സ്റ്റേ ചെയ്ത സ്ഥലം. അപ്പോൾ ഇവിടെ നിങ്ങൾ വർക്കല വരുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കണ്ണും പൂട്ടി നിങ്ങൾ ഈ യു ആൻഡ് മീ ഹോം സ്റ്റേ എടുത്തു കേട്ടോ. ഞങ്ങൾ 1 ഡേ ഹോം സ്റ്റേ ആണ് കേട്ടോ പ്ലാൻ ചെയ്തത്. ഇവിടെ ഒരു 2 റൂം എടുത്തു, ഒരെണ്ണം എ സിയും പിന്നെ ഒരെണ്ണം നോൺ എ സിയും. മൊത്തം 6000-നകത്ത് 500 സംതിങ് ആണ് നമുക്കായത്. അപ്പോൾ നമ്മളിവിടെ വന്ന് ബാഗൊക്കെ വെച്ചതിന് ശേഷം ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂംസാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന അങ്ങനെയാണ്, നമുക്കൊരു നല്ല വൃത്തിയായിട്ടുള്ള റൂം വേണമെന്നാണ്. അപ്പോൾ യു ആൻഡ് മീ ബെസ്റ്റ് ചോയ്സാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരുപാട് കഫേ ഉണ്ട്. ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഗായ്സ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇനിയും എനിക്ക് വർക്കല പോകണമെന്നുണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്, ഇങ്ങനെ ഇത്രയും അടിപൊളിയാണെന്നുള്ളത് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് നേരം ഇവിടെ വന്നൊന്ന് നോക്കാം, വ്യൂ ഒക്കെ കണ്ടിട്ട് നമുക്കിനി ഫുഡ് അടിക്കാൻ പോകാമെന്നും പറഞ്ഞാണ് വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ കഫേ ഉണ്ട്, ഒരുപാട് കാണാൻ കാഴ്ചകളുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ വിശന്ന് തളർന്ന് നിൽക്കുന്നത് കാരണം ഇനി നമ്മൾ റെസ്റ്റോറൻറ്റിലോട്ടാണ് പോകുന്നത് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം എംറൂണി ഞാൻ വ്യൂ ഒക്കെ കാണിച്ചു കൊടുത്തു. എൻ്റെ ഹസ്ബൻഡ് അതാ ചില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിതാ തൊട്ടടുത്ത് തന്നെ ഡാർജിലിംഗ് കഫേ ഇവിടെ കയറി. ഇവിടെ കുറച്ച് കോസ്റ്റ്ലിയാണ്, പൈസ ഉള്ളവർ മാത്രം ഇങ്ങോട്ട് പോയാൽ മതി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മളതിൽ ഒരുപാട് പൈസ ഉണ്ട്, ഇഷ്ടംപോലെ പണമുള്ളവരാണെന്ന്. അങ്ങനെയൊന്നും അല്ല, നമുക്ക് അറിഞ്ഞൂടല്ലോ, നമ്മൾ പോയപ്പോഴാണല്ലോ ഇത്ര വിലയാണെന്നുള്ളത് അറിയുന്നത്. അപ്പോൾ ബിരിയാണിക്ക് 600 രൂപ ഉണ്ട്. അപ്പം എൻ്റെ കൂടെ എൻ്റെ ഫാദറിലോ മദറിലോ ഒക്കെ ഉള്ളത് കാരണം അവർക്ക് ഊണേ പറ്റത്തുള്ളൂ. പിന്നെ ഇവിടെ എല്ലാം വെസ്റ്റേൺ ഫുഡൊക്കെയാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ കയറിയില്ലെന്നല്ല, കയറിയിട്ട് തിരിച്ച് നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ നമുക്ക് തിരമാല എന്ന് പറയുന്ന ഒരു ഹോംലി ഫുഡ് കണ്ടു. അവിടെ അടിപൊളിയാണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് അടുത്ത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഊണ് 3 മണിയായിട്ടോ നമ്മൾ പോയപ്പോൾ. അപ്പോൾ വെറും 2 ഊണ് മാത്രമേ ഉള്ളൂ എന്ന് അവിടുത്തെ ചേച്ചി പറഞ്ഞു. പക്ഷേ ആ ചേച്ചി ആ 2 ഊണ് നമുക്ക് 5 പേർക്കും കൂടെ അഡ്ജസ്റ്റ് ആക്കി തന്നത് ആ ഒരു വലിയ മനസ്സിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം. ഒരു രക്ഷയില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. വിഷമൊന്നും കൂടെയാണ് ഇരുന്നത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു അവിടുത്തെ ഊണെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ടൂറിസ്റ്റിന് അത്ര ആൾക്കാരില്ലാത്തതുകൊണ്ട് ചേച്ചി കുറച്ച് ഊണ് മാത്രമേ ഉണ്ടാക്കുള്ളൂ. പിന്നെ 1 മണിക്ക് ഇവർ തുടങ്ങും കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വർക്കല പോകുമ്പോൾ ഈ ഹോംലി ഫുഡ് തന്നെ ട്രൈ ചെയ്യണം. ഊണ് വേണമെന്നുള്ളവർ പോയി ട്രൈ ചെയ്യണം, അല്ലാത്തവർ ഞാൻ ഫോഴ്സ് ചെയ്യില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മാംഗ്രൂവ് ബോട്ടിങ്ങിന് പോവുകയാണ്. മാംഗ്രൂവ് മാജിക് അഡ്വഞ്ചർ എന്ന് പറയുന്ന ബോട്ടിങ്ങിനാണ് പോകാൻ വേണ്ടി പോയത്. അപ്പോൾ 4 മണിയാകുമ്പോൾ അവിടെ എത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പോകുന്ന വഴി കാപ്പിൽ ബീച്ച് വഴിയാണ് പോയത്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഇറങ്ങാൻ പറ്റൂല. അപ്പോൾ വർക്കല പോകുന്നവർ നിങ്ങളതൊക്കെ പ്ലാൻ ചെയ്ത് വരണം കേട്ടോ. നമ്മളിപ്പോൾ എത്തിയപ്പോൾ ഒരു 4 മണിയായി, അല്ല നമ്മളൊരു 1 മണിയൊക്കെ കണക്കാക്കി 1-2 മണിയൊക്കെ ആയപ്പോഴാണ് എത്തിയത് വർക്കല. അപ്പോൾ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പോയപ്പോൾ കറക്റ്റ് സമയം 4 മണി ബോട്ടിങ്, തിരിച്ചു വന്നപ്പോൾ കാപ്പിൽ ബീച്ച്. ഇതായിരുന്നു നമ്മുടെ പ്ലാൻ. പിന്നെ നമ്മൾ ഹോം സ്റ്റേ, നമ്മൾ റൂമിൽ നിൽക്കണം, പിന്നെ അവിടെയൊക്കെ കുറച്ചൊന്ന് കറങ്ങി നിൽക്കണമെന്നായിരുന്നു. അപ്പോൾ ഇവിടെ ബോട്ടിങ്ങിനെത്തിയപ്പോൾ ഒരാൾക്ക് 300 രൂപയാണ് കേട്ടോ. കുഴപ്പമില്ല, ഒരു മണിക്കൂർ, പിന്നെ 1.5 മണിക്കൂറുണ്ട്. നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ അവർ ആഴം കുറവുണ്ട് കേട്ടോ വെള്ളത്തിന്. അപ്പോൾ അവിടെ ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞു, കുളിക്കാനൊക്കെ. അപ്പം നമുക്ക് ആ കുളിക്കാനുള്ള പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് 1 അവർ. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ വെള്ളം ഓടിക്കുന്ന അപ്പൂപ്പന്മാരാണ്. അപ്പൂപ്പന്മാരൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അപ്പോൾ ഈ അപ്പൂപ്പനാണ് നമ്മുടെ വെള്ളം തുഴഞ്ഞത്. അപ്പോൾ എൻ്റെ കയ്യിൽ ബാഗ് ഉണ്ട്, എവിടെ പോയാലും ബാഗ് കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് ഗൈസ്. ബാഗ് മാത്രമല്ല, ഇടുപ്പിലൊരാളുണ്ട്, എംറു പോകുന്നിടത്തെല്ലാം ഞാൻ ബാഗ് കൊണ്ടുപോകും.
പിന്നെ നമ്മൾ പിന്നെ ഒരു കാര്യം, ഞാൻ ബോട്ടിംഗ് എന്നൊക്കെ പറഞ്ഞു, ബോട്ടിംഗ് എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വള്ളത്തിലാണ് അവസാനം പോയി. ഞാൻ ഇതിന് മുന്നേ വള്ളത്തിൽ പോയിട്ടുണ്ട് കേട്ടോ. പൂവാറിൽ വെച്ച് ഒരു തവണ വള്ളത്തിൽ പോയി. അപ്പോൾ എനിക്ക് വള്ളത്തിൽ പോകാനാണ് ബോട്ടിങ്ങിനെയും കളി ഇഷ്ടം. കാരണം വള്ളത്തിൽ പോയവർക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും, ബോട്ടിങ്ങും വള്ളവും തമ്മിലുള്ള. നമുക്ക് വെള്ളമൊക്കെ ഇങ്ങനെ ആടി ഉലഞ്ഞ് ആ വള്ളത്തിരുന്ന് ഇങ്ങനെ കുലുങ്ങിയൊക്കെ പോകുമ്പോൾ അത് വേറൊരു രസമാണ്. ഒരുപാട് നിങ്ങൾ കണ്ടില്ല, ഒരുപാട് സ്റ്റുഡൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് സ്കൂളിൽ നിന്നൊക്കെ 1 ഡേ ട്രിപ്പ് വന്നതാണ്. പിന്നെ അതുപോലെ തന്നെ കോളേജ് സ്റ്റുഡൻസിനെ ഞാൻ കണ്ടു, തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണ് മിക്കവരും. എനിക്ക് തോന്നുന്നു ഇവിടെ വന്നവരൊക്കെ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്, ഇവിടെ കാണാൻ വേണ്ടി വന്നിട്ടുള്ള ടൂറിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടുത്തെ എമ്രൂം ഇവിടെ വന്നപ്പം നല്ല സൈലൻറ്റ്. കാരണം വള്ളത്തിൽ കയറിയപ്പോൾ ഇങ്ങനെ വലത്തോട്ട് ഇടത്തോട്ട് എല്ലായിടവും ഇരുന്ന് നിന്നുമൊക്കെ നോക്കുന്നുണ്ട് അവൻ. കാരണം അവന് ഇഷ്ടമാണ് ഇങ്ങനെ എല്ലായിടവും ഒക്കെ പോകുമ്പോൾ ഇങ്ങനെ വായി നോക്കിയിരിക്കണം. എന്നെപ്പോലെ തന്നെ. അപ്പൂപ്പൻ കുറച്ച് തുഴയാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എന്തോ വെള്ളം ഇതിന് മുന്നേ എന്തോ മഴ മറ്റേ തലേന്ന് മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം വെള്ളം കുറച്ച് കൂടുതലാണ്, അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എമ്രുവിൻ്റെ അടുത്ത് എമ്രു ആണെങ്കിൽ നിന്നുമൊക്കെയാണ് എന്നെ ഒരു വഴിയാക്കി ഗൈസ്. അവൻ എൻജോയ് ചെയ്യുന്നത് അങ്ങനെയാണ്, എല്ലാം നോക്കുന്നുണ്ട്. വെള്ളമൊക്കെ കാണുമ്പോഴേ ഒരു അത്ഭുതം പോലെയാണ്. പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു ഗൈസ്. 4 മണിയാണെങ്കിലും ഫുള്ളും ഞാനാണെങ്കിൽ വലിയ കാര്യത്തിൽ മേക്കപ്പൊക്കെ ഇട്ട് നല്ല വെളുവിള വന്ന ഞാൻ പിന്നെ അങ്ങോട്ട് കറുത്തു പോയി, അത്രയ്ക്ക് അവസ്ഥയായിരുന്നു. പിന്നെ എമ്രുൻ ഞാൻ ബാഗൊക്കെ എടുക്കുന്നതുകൊണ്ട് അവൻ എവിടെ പോയാലും ഫുഡ് മീൻസ് ബോട്ടിൽ ഫീഡ് എപ്പോഴും ചെയ്യും. ഫുഡാണെങ്കിലും ബാഗിൽ വെച്ചേക്കും. അപ്പോൾ അവനെ ഞാൻ ഇടയ്ക്കൊന്ന് ബോട്ടിൽ ഫീഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ ക്യാമറാമാൻ ഇവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ കൈക്കിംഗ് ഉണ്ട് ഗൈസ്. ഇവിടെ ഇവർ കുറച്ച് സ്റ്റുഡൻസാണ്, ഇവർ എല്ലാവരും കൂടെ കൈക്കിങ് ചെയ്യും. കൈക്കിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ കൈക്കിങ്ങിൽ ഞാൻ പോയില്ല, എനിക്കിപ്പോൾ പോകാൻ പറ്റാത്ത അവസ്ഥയത് കാരണം ഞാൻ കൈക്കിങ് പോയില്ല. അപ്പോൾ ഇവർ സ്റ്റുഡൻസ് ആണ് കേട്ടോ. ഇവർ നല്ല രസമുണ്ട്. ഈ മാംഗ്രൂവ് ഫോറസ്റ്റ് എത്തി കേട്ടോ, നിങ്ങൾ കാണുന്നില്ല. ഇതാണ് മാംഗ്രൂവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇവരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചും പൊടിച്ചും ഒക്കെ ഇവർക്ക് അങ്ങനെ അത്ര ഇതായിട്ട് ഓടിക്കാൻ പറ്റില്ല. പിന്നെ ഒരു ട്രെയിൻഡായിട്ടുള്ള ആൾ എപ്പോഴും കാണും ഇവരെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും കൂടെ എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ ഈ ഒരു സ്ഥലം എത്തുമ്പോൾ അവർ ഫോട്ടോയ്ക്കൊക്കെ വേണ്ടി അപ്പൂപ്പൻ കണ്ടാം നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തി തന്നതാണ്. അപ്പം നമ്മളെക്കാട്ടി വലിയൊരു വള്ളം പോയപ്പം നമ്മളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നു, അത് പോയതിന് ശേഷം പോകാമെന്നും പറഞ്ഞ്. അപ്പോൾ ഇവർ ആ സ്റ്റുഡൻസ് നമുക്ക് മുന്നേ പുറകെ കൂടെയൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ കൈക്കിങ് നല്ല രസമുണ്ടല്ലേ, അവർ ബോട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്, പല കളറാണ്. തുഴയുന്നതാണെങ്കിലും നല്ല കളർഫുൾ, മഞ്ഞ, ഓറഞ്ച്, പച്ച, ചുമല എന്നൊക്കെ പറയുന്ന കളർ, ഇപ്പോൾ എല്ലാ കളറും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ബോട്ടിങ്ങിനായിട്ട്. പിന്നെ ഞാനും കുറച്ച് നേരം ഒന്ന് തുഴഞ്ഞ് നോക്കാമെന്ന് പറഞ്ഞ് തുഴയുന്നുണ്ട്. കുറച്ച് പാട് തന്നെയാണ് തുഴയാൻ. പിന്നെ ഇവിടുത്തെ വ്യൂ രക്ഷയില്ല. പിന്നെ നമ്മൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. അതാ ഇവർ ഒരു ടൂറിസ്റ്റ് പോകുന്നില്ല, ആ കുഞ്ഞ് നമ്മളെ നോക്കി ടാറ്റയൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ നമ്മൾ തിരിച്ചു വന്നപ്പം കാപ്പിൽ ബീച്ചിൽ ഇറങ്ങി. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് കുറച്ച് ഉറക്കമായി. ആൾ വരുന്ന വഴി ഒന്ന് ഉറങ്ങിപ്പോയി. കാരണം ഇന്ന് അവൻ ഉറങ്ങിയിട്ടില്ല സത്യം പറഞ്ഞാൽ. അവൻ ഈ പുറത്ത് വരുമ്പം ഉറക്കം കുറവാണ്. അറിയാതെ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് തുള്ളി കിടന്നു തുടങ്ങി. അങ്ങനെ നമ്മൾ പിന്നെ റൂമിൽ പോയി ഫ്രഷായി. ഇനി നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് ഒരുപാട് റെസ്റ്റോറൻറ്റും കഫേയും. ഇവിടെ പാർട്ടിയൊക്കെ നടക്കുന്നുണ്ട്, എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. പാട്ടും ബഹളവും ഡാൻസും ഒക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഇറ്റാലിയനോ, ഇനി നമുക്ക് ഡിന്നർ കഴിക്കണം. അപ്പോൾ ഹസ്ബൻഡ് ഓൾറെഡി നോക്കി വെച്ചിരുന്നു. ഇറ്റാലിയനോ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് അടിപൊളിയാണ്, ഇവിടെ നല്ല റിവ്യൂസൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. നല്ല ഫിഷൊക്കെ ഉണ്ട് ഗൈസ്. ഇതൊക്കെ ഗ്രില്ല് ചെയ്തൊക്കെ കിട്ടും ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ അങ്ങനെ ഇറ്റാലിയനോയിൽ പോകാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ നമ്മൾ എന്നിട്ട് എന്തായാലും നമ്മൾ ഡിന്നർ കഴിക്കണം. നമുക്ക് ഇത് ഏതുവരെ പോവും, ഒരുപാടുണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. എമ്രു ആണെങ്കിൽ മൂഡ് ഓഫ് ആയിരുന്നു. എൻ്റെ കയ്യിൽ ഇരിക്കുള്ളൂ, എൻ്റെ നടുവൊക്കെ ഒടിഞ്ഞ് ഗൈസ്, എൻ്റെ അടപ്പളവീന്നോണം പറയും. അപ്പോൾ ഇവനെയും കൊണ്ട് ഞാൻ അങ്ങ് എവിടെ പോകാൻ പറ്റും അത്രത്തോളം പോയി അങ്ങ് അറ്റം വരെ എല്ലാം കണ്ട്. ഇവിടെ ഒരുപാട് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ 2 ലൈറ്റ് എത്തുന്ന കണ്ണാടിയും ക്ലോ ക്ലിപ്പും പിന്നെ ഒരു ഡ്രീം ക്യാച്ചറൊക്കെയാണ് വാങ്ങിച്ചത്. ഇതാണ് കേട്ടോ ഇറ്റാലിയനോ എന്ന് പറയുന്നത്. ഇവിടെ നല്ല തിരക്കുണ്ട്, ഇരിക്കാൻ പോലും സ്ഥലമില്ല. ആൾക്കാർ ക്യൂ നിന്നാണ് കയറുന്നത് കേട്ടോ. ക്യൂ നിന്നാണ് കയറുന്നത്. അപ്പോൾ അത്രയ്ക്ക് അടിപൊളി ആയിരിക്കണം. അപ്പോൾ ഇത് വേറെ ഒരുപാട് റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ സൺറൈസ് എന്ന റെസ്റ്റോറൻറ്റ് ഉണ്ട്. സൺറൈസ് നമ്മൾ നോക്കി വെച്ചിട്ടാണ് പോയത്. സത്യം പറഞ്ഞാൽ ഇറ്റാലിയനോ നോക്കി വന്നിട്ട് തിരിച്ചെത്തിയപ്പോഴത്തേക്കും അവിടെ ക്ലോസ് ചെയ്തെന്ന് വെച്ചാൽ അത്രയ്ക്ക് തിരക്കാണ്, ഇരിക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് അവരാരെയും പിന്നെ അങ്ങോട്ട് കയറ്റിയില്ല. പിന്നെ വിശന്ന് വലിഞ്ഞ് നമ്മൾ സൺറൈസിലാണ് കയറിയത്. അപ്പോൾ ഡിന്നർ കഴിക്കുന്നുള്ളവർ ഇറ്റാലിയനോ നിങ്ങൾ വരുമ്പോൾ ട്രൈ ചെയ്തോ. അതുപോലെ സൺറൈസ് ഞാൻ റെക്കമെൻഡ് ചെയ്യും കേട്ടോ. കാരണം നമ്മൾ കയറി ഞാൻ ന്യൂഡിൽസും പിന്നെ ചിക്കൻ ഷവർമയൊക്കെ ഓർഡർ ചെയ്ത് ജ്യൂസൊക്കെ മേടിച്ച് കുടിച്ചായിരുന്നു. അപ്പോൾ എല്ലാം നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ സൺറൈസ് നിങ്ങൾ വരുന്നവരൊക്കെ മസ്റ്റ് ട്രൈ ആണ്. കയറിക്കോ, ധൈര്യമായിട്ട് കയറിക്കോ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഡിന്നറൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ റൂമിലോട്ടാണ് പോയത്, ഹോം സ്റ്റേയിലോട്ട് പോയി.
അപ്പോൾ പോകുന്ന വഴിക്കാണെങ്കിൽ ഇവിടെ ഈ റെസ്റ്റോറൻറ്റ് കൊള്ളാം കേട്ടോ. ഇവിടെയാണെങ്കിൽ അവിടുത്തെ പയ്യന്മാരൊക്കെ ഫുഡ് വിളമ്പുന്നത് ഡാൻസും പാട്ടുമൊക്കെ കളിച്ചാണ്. അപ്പം നമ്മളതൊക്കെ നോക്കിയിട്ട് വരികയാണ്. അവർ നല്ല എൻജോയ് ചെയ്ത് വൈബോട് കൂടിയാണ് ചെയ്യുന്നത്. ആൾക്കാരെയൊക്കെ കേട്ടണ്ടേ അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് സൺറൈസ് റെസ്റ്റോറൻറ്റ് കേട്ടോ. ഇവിടെ നല്ല എല്ലാം ഉണ്ട്. ഫിഷ് ഗ്രില്ലാണെങ്കിൽ എല്ലാം നമ്മളെന്ത് ചോദിക്കുന്നോ അത് അവർ തരും. പിന്നെ ഈ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് ഒരു 11:30 ആകുമ്പോൾ അവർ പൂട്ടിയിരിക്കും കേട്ടോ. നമ്മളിപ്പോൾ തന്നെ ഒരു 10:30 ആയി. അപ്പോൾ ഇതെന്ന് പറയുന്ന പാർട്ട് 1 വ്ളോഗാണ്. അപ്പോൾ ഇനി പാർട്ട് 2 അപ്ലോഡ് ചെയ്യും. അതിനായിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺ.